ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ പണം അയക്കാൻ ഇനി UPI സംവിധാനം ഉപയോഗിക്കാം. ഖത്തർ പോസ്റ്റും ഇന്ത്യ പോസ്റ്റും NPCIയും സംയോജിച്ച് നടപ്പിലാക്കുന്ന പോസ്റ്റ് ട്രാൻസ്ഫർ പവേർഡ് ബൈ UPI സേവനമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് അക്കൗണ്ട് നമ്പറോ IFSC കോഡോ ഇല്ലാതെ നാട്ടിലുള്ള സ്വീകർത്താവിന്റെ UPI ഐഡിയും മൊബൈൽ നമ്പറും നൽകി തുക തൽക്ഷണം അക്കൗണ്ടിലേക്ക് അയക്കാമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. സാധുവായ ഖത്തർ ഐഡിയുമായി ഖത്തർ പോസ്റ്റ് ശാഖകൾ സന്ദർശിച്ച് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. 15 ഖത്തർ റിയാലാണ് ഫ്ലാറ്റ് സർവീസ് ചാർജ്. 10 റിയാൽ മുതൽ പരമാവധി 4000 റിയാൽ, അതായത് 1 ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായി അയക്കാം. പണം ലഭിക്കുന്നതിനായി സ്വീകർത്താവ് സ്വന്തം UPI ആപ്പിൽ വിദേശത്ത് നിന്നുള്ള പണമിടപാട് മുൻകൂട്ടി ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രവാസി സൗഹൃദപരമായ ഈ UPI തപാൽ സേവനം വരും ദിവസങ്ങളിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇന്ത്യ പോസ്റ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങളുണ്ടായാലും UAEയുടെ ആഗോള വ്യാപാരം മുടങ്ങില്ല. ഇതിനായി ഷാർജയിലെ പ്രമുഖ കിഴക്കൻ തീര തുറമുഖമായ ഗോർഫോഖാന്റെ സംഭരണശേഷി 1 കോടി കണ്ടെയ്നറുകളായി വർദ്ധിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മേഖലയിലെ തന്ത്രപ്രധാന തടസ്സങ്ങൾ ബാധിക്കാതെ വൻകിട ചരക്ക് കപ്പലുകൾക്ക് നേരിട്ട് ഇവിടെ എത്താനാകും. ഗുൾഫ്സ്റ്റൈനർ കമ്പനിയുടെ $200 കോടി വികസന പദ്ധതിയിലൂടെയാണ് തുറമുഖം അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നത്. ഇവിടെ ഇറക്കുന്ന ചരക്കുകൾ ഇതിഹാദ് റെയിൽ ശൃംഖല വഴിയും എക്സ്പ്രസ് പാതകൾ വഴിയും UAEയിലുടനീളവും മറ്റ് GCC രാജ്യങ്ങളിലേക്കും വേഗത്തിലെത്തിക്കും. ഇതോടെ അന്താരാഷ്ട്ര ചരക്ക് നീക്ക പാതകളിൽ UAEയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാകും. അബുദാബിയിലെ പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും പുതിയ നിയന്ത്രണങ്ങളുമായി അബുദാബി മൊബിലിറ്റി. 50 പേരോ അതിലധികമോ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വർക്കർ ബസ്സുകൾക്കാണ് മുറൂർ ബ്രിഡ്ജ് എക്സിറ്റ് വഴി ഷെയ്ഖ് സാദ് ടണൽ ഭാഗത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിലെ വാഹന ഗതാഗതം സുഗമമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നിയന്ത്രണം ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് സ്മാർട്ട് ക്യാമറ സംവിധാനങ്ങൾ വഴി 1000 ദിർഹം പിഴയും ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും. അൽ മഫ്രഖ്, വർക്കേഴ്സ് സിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ബസ്സുകൾ ട്രക്ക് ബ്രിഡ്ജ് വഴി അൽ റൗദ സ്ട്രീറ്റ്, അതായത് E30 പോലെയുള്ള ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് ഗതാഗത അധികൃതർ നിർദ്ദേശിച്ചു. UAEയിലെ ഇതിഹാദ് റെയിൽ യാത്രക്കാർക്കായി കർശന പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരുത്തി. ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും മറ്റ് യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ ഫോൺ വിളിക്കുകയോ പാട്ട് വെക്കുകയോ ചെയ്താൽ അടുത്ത സ്റ്റേഷനിൽ ഇറക്കിവിടാനും പിഴ ഈടാക്കാനും നിയമമുണ്ട്. ലഹരി ഉപയോഗിച്ചുള്ള യാത്ര തടയാൻ ജീവനക്കാർക്ക് റാൻഡം പരിശോധന നടത്താം. മാന്യമായ വസ്ത്രധാരണം, ശുചിത്വം പാലിക്കൽ, അനുമതിയില്ലാതെ ഫോട്ടോയോ വീഡിയോയോ പകർത്താതിരിക്കൽ എന്നിവയും നിർബന്ധമാക്കിയിട്ടുണ്ട്. ടിക്കറ്റില്ലാതെ ആവർത്തിച്ച് യാത്ര ചെയ്യുന്നവരെ സേവനങ്ങളിൽ നിന്ന് സ്ഥിരമായി വിലക്കും. UAEയിലെ 7 എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന ഇതിഹാദ് റെയിൽ ശൃംഖല അബുദാബിയും ദുബായും ഫിജേറയും അടക്കമുള്ള നഗരങ്ങൾക്കിടയിൽ സുരക്ഷിതവും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമായ യാത്രയാണ് ഉറപ്പു നൽകുന്നത്. നിയമങ്ങൾ ലംഘിച്ച് സഹകരിക്കാത്തവരെ ആവശ്യമെങ്കിൽ ബലം പ്രയോജനപ്പെടുത്തി പുറത്താക്കാനും ജീവനക്കാർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. വിമാന കമ്പനികളുടെ അമിത ടിക്കറ്റ് നിരക്കിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. സർക്കാരിന്റെ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത വിമാന കമ്പനികളുടെ സർവീസുകൾ നിർത്തിവെപ്പിക്കണമെന്ന് ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. ഉത്സവ അവധിക്കാലങ്ങളിലെ അനിയന്ത്രിതമായ ടിക്കറ്റ് നിരക്ക് വർധനവും അധിക ചാർജുകളും തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ കർശന നിലപാട്. ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്തിമ മാർഗരേഖ 3 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനായി കരട് നിയമം കേന്ദ്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പുതിയ ഭാരതീയ വായുയാൻ അധിനിയം അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ വിമാന കമ്പനികളുടെ ഏകപക്ഷീയമായ നിരക്ക് വർധനയ്ക്ക് തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. കേസ് സെപ്റ്റംബർ 7 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും.